സത്യത്തിൽ നല്ല സന്തോഷമുള്ള ദിവസം അല്ലേ? എനിക്ക് തോന്നുന്നത് ഈ കുട്ടികൾ ജയിച്ചതിനേക്കാൾ കൂടുതൽ സന്തോഷം അവർ പാരൻസിനോട് കാണിക്കുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, പാരൻസിനോട് കാണിക്കുന്ന കെയർ, ലവ് ഭയങ്കര ഡിഫറെൻ്റ് തന്നെയാണ് ഓഫ് കോഴ്സ്. അതേപോലെ പാരൻസ് അവരുടെ പഠിത്തത്തിൽ കാണിക്കുന്ന അവരോടുള്ള സപ്പോർട്ട്, എവറിത്തിങ് ദാറ്റ് മേക്ക് സെൻസ്. ഞാനിത് പറയാൻ കാരണം ഇന്ന് കൂടി എൻ്റെ ക്യാബിനിൽ വന്നിട്ടൊരു പാരൻറ്റ് കരഞ്ഞിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സാം എഴുതി ഫെയിലായി, അടുത്ത എക്സാം എഴുതാനുള്ള പൈസ ഇല്ല. നമുക്കറിയാം ACC ആണെന്നുണ്ടെങ്കിൽ ഓരോ സബ്ജക്റ്റും എക്സാം എഴുതാൻ വേണ്ടിയിട്ട് 10,000 to 15,000 അല്ലേ ഓരോ പേപ്പറിന് വരുന്നത്. അതേപോലെ CMA ആണെങ്കിൽ 25,000 വരുന്നത്. ഓരോ എക്സാം തോറ്റു കഴിഞ്ഞാൽ തോക്കുന്ന സങ്കടം മാത്രമല്ല, വലിയൊരു ഹ്യൂജ് എമൗണ്ട് എന്തെങ്കിലും അടുത്ത പ്രാവശ്യം നമ്മൾ കണ്ടെത്തേണ്ടി വരുന്നു. അപ്പോൾ ഈ ഒരു വിഷമത്തിലും പ്രയാസത്തിലും ഇടയിൽ പാരൻസ് ആയാലും കുട്ടികളായാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് ഓരോ വിജയം നേടിയെടുക്കുന്നത്. അപ്പോൾ ഓരോ വിജയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വലിയ ഹാപ്പിനെസ്സാണ്. എനിക്ക് തോന്നുന്നത് നമ്മളുടെ മാനേജ്മെൻ്റ് ആയാലും ഇവിടെ സ്റ്റാഫ്സ് ആയാലും ഫാക്കൽറ്റീസ് ആയാലും അവരുടെ എഫേർട്സ് ഒക്കെ feel like it's all paid off when you people are coming up with these results. അപ്പോൾ എനിക്ക് എപ്പോഴും പറയാനുള്ള കാര്യം തന്നെയാണ്, നമ്മളുടെ വിജയങ്ങൾ സത്യത്തിൽ എല്ലാവരും കാണും അല്ലേ? നമ്മളുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരുടെ സക്സസ് നമ്മൾ കാണും അല്ലേ? നമ്മളുടെ ഏത് ഫീൽഡിലായാലും, ഇപ്പം ഫിലിം ഫീൽഡിൽ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, സ്പോർട്സ് ഫീൽഡിൽ സക്സസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ഫീൽഡിൽ സക്സസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് പലരും. അവരുടെ വിജയമാണ് നമ്മൾ കാണുക. പക്ഷേ അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? സക്സസ് ഒരിക്കൽ പെട്ടെന്ന് കിട്ടുന്നതാണോ? നിങ്ങൾക്കെല്ലാം വിജയം പെട്ടെന്ന് കിട്ടുന്നതാണോ? ഒരിക്കൽ ഇറ്റ്സ് നോട്ട് കമ്മിങ് അപ്പ് ബൈ ദ സഡൻ ഫ്ലൈറ്റ്സ്. അത് ഒരുപാട് രാത്രികളിലുള്ള, ഒരുപാട് ദിവസങ്ങളിലുള്ള ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണിത്. സോ ഓഫ് കോഴ്സ് നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ലെറ്റ് ദ റിസൾട്ട് സ്പീക്ക് ഓർ ലെറ്റ് സെലിബ്രേറ്റ് ദ സക്സസ്. ഇപ്പോൾ ഇവിടെ IAMൻ്റെ ഒരു മോട്ടോൻ്റെ ഇതാണ്, ചിലർ പഠിക്കാൻ ആവറേജ് ആയിട്ട് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ കൂടിയും ഇവിടുത്തെ ഒരു ഇൻസ്പിറേഷനായിട്ട് അറ്റ്മോസ്ഫിയറിൽ എന്ത് ചെയ്യണം? അവൻ പഠനം തുടങ്ങണം, അവൻ ജീവിതത്തിൻ്റെ പുതിയ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കണം. അതിലൂടെ അവരെന്ത് ചെയ്യണം? ഒരു കുടുംബത്തിൻ്റെയും ഒരു നാട്ടിൻ്റെയും ഒരു വെളിച്ചമായിട്ട് മാറുന്നുള്ള ഒരു മോട്ടോയിലാണ് നമ്മൾ എപ്പോഴും മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ സത്യത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു 10-15 വർഷക്കാലം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. പലരും ഡിഫറെൻറ്റ് കൺട്രീസിൽ ഡിഫറെൻറ്റ് കമ്പനീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് വലിയൊരു സന്തോഷമാണ്. നിങ്ങളിപ്പോൾ ക്വാളിഫൈ ചെയ്ത് നാളെ അവർ ഇൻഫോം ചെയ്യും, ഇന്നൊരു കമ്പനിയിൽ കയറി ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അവരുടെ ലൈഫിൻ്റെ ഒരു ചേഞ്ചസ് നമുക്ക് എപ്പോഴും കാണാറുണ്ട്. ലൈക്ക് ഒരു സാധാ സ്റ്റുഡൻ്റായിട്ട് വന്നിട്ട് ആ സ്റ്റുഡൻറ്റ് ഒരു പ്രൊഫഷണലായിട്ട് കൺവേർട്ട് ചെയ്ത് മോൾഡ് ചെയ്ത് എന്നിട്ടൊരു ജോലി കിട്ടി. അതിന് ശേഷം അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ കാണാറുണ്ട്. സോ that actually paid off our everything, our effort, our sacrifice, everything. So വിജയിച്ച എല്ലാ കുട്ടികൾക്കും അവരുടെ പാരൻസിനും എല്ലാവരും ഞാൻ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ടു മേക്ക് ദിസ് ഡേ വണ്ടർഫുൾ. ആൻഡ് ഓൾസോ ഇനി എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോട്, ഈവൻ ഇപ്പോൾ ഇത്രയും കുട്ടികൾ പാസ്സായിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഫെയിലായിട്ടുള്ള കുട്ടികളുണ്ടാവും. നന്നായിട്ട് റാഗ് എക്സ്പെക്ട് ചെയ്ത കുട്ടികൾ പോലും എന്ത് ചെയ്തിട്ടുണ്ട്? ഫെയിലായിട്ടുണ്ട്. അങ്ങനെ ഒരു കുട്ടി എൻ്റെ അടുത്ത് തോന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ACC F7 പേപ്പറിൽ 80+ മാർക്ക് പ്രതീക്ഷിച്ച ഒരു പയ്യൻ എന്നെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. എൻ്റെ ക്യാബിൽ വന്ന് അവൻ ഒന്നും പറയുന്നില്ല, കരയാണ്. ഞാൻ ചോദിച്ചാൽ എന്താ പ്രശ്നം? അവൻ പറഞ്ഞത് 80 മാർക്കാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്, പക്ഷേ കിട്ടിയപ്പോൾ ജസ്റ്റ് 39. 40 മാർക്സ് പാസ്സാവട്ടെ, ആൾ പാസ്സായിട്ടില്ല. എന്നിട്ട് ആൾക്കൊരു കൺഫ്യൂഷൻ, ഇത് മുമ്പോട്ട് പോകണോ അല്ല ഇവിടെ സ്റ്റോപ്പ് ചെയ്യണോ? ഒരുപാട് സംസാരിച്ചു. എന്നിട്ട് അവൻ്റെ സമാധാനത്തിന് നമ്മൾ റീവാലുവേഷൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ ഇടയിലൂടെയാണ് നിങ്ങൾ ഓരോരോ ആൾക്കാരും ഈ വിജയം നേടിയെടുത്തിട്ടത്. അപ്പോൾ ഒരുപാട് ആശംസകൾ നേരുന്നു. ഇനി ഒരാൾ പറഞ്ഞു ഇനിയും നമ്മൾ അപ്സ്കിൽ ചെയ്യണം. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ക്വാളിഫൈ ചെയ്ത എല്ലാവരോടും ഞാൻ പറയാണ്, ഇവിടെ ദിസ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ദ ജേർണി. നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ഒരുപാട് കാര്യങ്ങൾ ഇനിയും ലേൺ ചെയ്യാനുണ്ട്. എനിക്ക് തോന്നുന്നത് CMA കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ CMAൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഒരുപാട് ഫ്രീ കോഴ്സസ് ഉണ്ട്. നമ്മുടെ IMA ഹെഡൊക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന കാര്യമാണ്, അതുപോലെ ഒരുപാട് ഫ്രീ കോഴ്സസ് ഉണ്ട്. അതൊക്കെ ചെയ്യുക, നിങ്ങളുടെ CVയുടെ കനം ഒരുപാട് കൂട്ടുക. അതേസമയം ക്വാളിഫിക്കേഷൻ മാത്രമല്ല, കുറേ സ്കില്ല് കൂട്ടുക. ഓഫ് കോഴ്സ് യുവർ ലാംഗ്വേജ്, യുവർ സോഫ്റ്റ് സ്കിൽ. പലരും പറഞ്ഞു ഇത് ആദ്യത്തെ
ഒരു ചാൻസാണ് ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത്. ആ വേറെയിലും അതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇതുപോലെയുള്ള ഒരുപാട് സെഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, ചാൻസ് കിട്ടുമ്പോൾ പോയി സംസാരിക്കണം. ഒരു 5-10 സെഷൻസ് കഴിയുമ്പോൾ തന്നെ ഇതിലൊരു ഓട്ടോമാറ്റിക്കലി വരും, ഒരു പ്രോസസ്സായിട്ട് മാറും. എനിവേ ഈ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നാവുള്ളവർക്കാണ്, നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നവർക്കാണ്. അപ്പോൾ ഏത് മൊമെൻറ്റിലും ഏത് ഗ്യാതറിങ്ങിനെയും ഏത് സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതൊക്കെ ശ്രദ്ധിക്കുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Thank you, sir. Now to extend the